രാവിലെ ഞാൻ കണ്ണുറക്കം തന്നെ ഫോണിൽ ഗിരീഷിൻ്റെ ഒരു മിസ് കോൾ കണ്ടിട്ടായിരുന്നു. ആ കോൾ എനിക്ക് പതിവുള്ളതാണെങ്കിലും നീ ഉണർന്ന ഉടനെ ഇങ്ങോട്ടൊന്ന് വരണേന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി പോണത്. റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നോർത്തിലുള്ള ലിസി ഹോസ്പിറ്റലിലേക്ക്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഗിരീഷ് വർക്ക് ചെയ്യുന്നത്. നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ നിനക്ക് തരാൻ വേണ്ടിയിട്ട് അമ്മ തന്നു വിട്ടതെന്ന് പറഞ്ഞിട്ട് ഒരു പൊതി എന്നെ ഏൽപ്പിച്ചിട്ടാണ് ആശാൻ അവിടുന്ന് പറഞ്ഞു വിട്ടത്. ആ പൊതിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. അതിനകത്ത് എന്താ ഉള്ളതെന്നൊക്കെ എനിക്ക് നേരത്തെയും കിട്ടിയിട്ടുള്ളത് കൊണ്ട് നല്ലതായിട്ട് അറിയാം. പക്ഷേ ഇത് കാണുന്നവരെയും കൂടെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ആ പൊതി. ഞാനത് അതുപോലെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്കതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ കാണുന്ന പൊതി നമ്പർ 1 ചോറാണെങ്കിലും കൂടെയുള്ള ചെറിയ പൊതികളാണ് നമ്മുടെ മെയിൻ താരങ്ങൾ. ഗിരീഷ് കൊണ്ടുവരുന്ന ചോറെന്ന് പറഞ്ഞാൽ ചെമ്മീനില്ലാതെ ഒരു പരിപാടിയില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ പൊതിയിലുള്ളത്. നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തിപ്പൊടി. അടുത്തത് അടിപൊളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി എടുത്തേക്കുന്ന നല്ല ഒന്നാം തരം കക്ക ഫ്രൈ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള കക്ക ഇറച്ചി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച കുറച്ച് നത്തോലി ഫ്രൈ കൂടെ വെക്കുന്നുണ്ട്. കക്ക ഫ്രൈ ആണ്, ചെറിയ കക്കയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തിട്ടുള്ള നല്ല കക്ക ഫ്രൈ. ഇത് നത്തോലി ഫ്രൈ. പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി. സത്യം പറഞ്ഞാൽ ഡെയിലി ഹോസ്റ്റലിൽ നിന്നും വെളിയിൽ നിന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു പൊതി വല്ലപ്പോഴും കിട്ടുന്നത് ഒരു വലിയ കാര്യമായിരിക്കും കേട്ടോ. മാത്രമല്ല ഗിരീഷിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഈ പൊതി കിട്ടിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ഇല ഒഴികെ ബാക്കിയെല്ലാം കാലിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം.